കുഞ്ഞുമോനെ നേരത്തെ മുതൽ ആ ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു. അതിപ്പം തൊണ്ടി സഹിതം പിടിച്ചതായി. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ വന്നു. ജോലി കഴിഞ്ഞ് വന്ന കുഞ്ഞുമോനും ദിവ്യയുമായിട്ട് തർക്കമായി, വാക്കുതർക്കമായി. അതിൻ്റെ അവസാനം കുഞ്ഞുമോൻ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ദിവ്യയുടെ ബന്ധുക്കളെയും മറ്റുള്ളവരെ അറിയിച്ചു. അത് അവൾക്ക് ശ്വാസം മുട്ടലുണ്ടായി. അവളിപ്പം നെഞ്ചുവേദന എടുത്തു. അവൾ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പം അവർ താമസിക്കുന്ന വരന്തരപ്പള്ളിയിലെ പീച്ചി കണ്ണാറ കരടിയാള തെങ്ങനാലാണ് കുഞ്ഞുമോൻ്റെ താമസം. വരന്തരപ്പള്ളി പാറയ്ക്ക വീട്ടിൽ ഗംഗാധരൻ്റെ മകളാണ് ദിവ്യ. ഇവർ ഈ പുതിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമേ ആയുള്ളൂ. ഏതായാലും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോഴാണ് പോലീസിന് ആ സംശയം വന്നത്. ആ സംശയം കറക്റ്റായിരുന്നു, കൃത്യമായിരുന്നു. അതുകൊണ്ട് ആണ് പോലീസ് നടപടിയായിട്ട് മുന്നോട്ട് പോയി കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുത്തു. ഏതായാലും കുഞ്ഞുമോൻ കുറ്റം സമ്മതിച്ചായിട്ടാണ് ഇവൻ വരുന്നത്. 2 പേർക്കും കാർത്തി എന്ന് പറഞ്ഞൊരു കുട്ടി മാത്രമേ ഉള്ളൂ.